എടപ്പാൾ ചോയ്സ് വെഡിംഗ് കാസൽ ഓണ മഹോത്സവം. ഒരു 500 രൂപയുടെ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്. ബമ്പർ പ്രൈസ് 6 ലക്ഷം രൂപ. 10,000 രൂപ വീതം 5 പേർക്ക്. എടപ്പാൾ ചോയ്സ് ഒരുക്കുന്ന ഈ ഓണ മഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വൻ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം ക്യാഷ് പ്രൈസുകളും. ഏവർക്കും സ്വാഗതം. നറുക്കെടുപ്പ് സെപ്റ്റംബർ 22-ന്. ചോയ്സ് വെഡിംഗ് കാസൽ, അമാന മാൾ, എടപ്പാൾ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ തുടരുമെന്ന് മന്ത്രി രാജൻ. വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മേഖലയിൽ നടത്തുന്ന തിരച്ചിൽ തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വിശദീകരിച്ചു. മലപ്പുറം കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും വിവിധ സേനകളുടെയും അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃത്യമായ ഏകോപനത്തോടെ വിവിധ സേനകളുടെ നേതൃത്വത്തിൽ കുറ്റമറ്റ രീതിയിലാണ് തിരച്ചിൽ നടക്കുന്നത്. ദുരന്തത്തിൽ 118 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നിലമ്പൂരിൽ ചൂരൽമലയിലാണ് ദുരന്തമുണ്ടായതെങ്കിലും നമ്മളിപ്പോൾ 442 ബോഡിയും ബോഡി പാർട്ടും കൂടി കിട്ടിയതിൽ ബോഡി പാർട്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടിയ സ്ഥലം ഈ മലപ്പുറം ജില്ലയാണ്. അതായത് ചൂരൽമല ദുരന്തത്തിൽ ബോഡി പാർട്സായി കിട്ടി 211 എണ്ണത്തിൽ 173 നിലമ്പൂരിൽ നിന്നുള്ള റിക്കവറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ DFO തന്നെ പറഞ്ഞത് അവിടെ 3 മണിക്ക് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭീകരമായ പൊട്ടലുണ്ടായതിനു ശേഷം ഏതാണ്ട് 5:30 മൃതശരീര ഭാഗങ്ങൾ കണ്ടുകിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വന്നു എന്ന് പറഞ്ഞാൽ അത്ര സംഹാരരുദ്ധിയായിട്ടുള്ള പുഴയുടെ യാത്ര കായത്രിയിൽ നിന്ന് ചാലിയാറിലേക്ക്, ചാലിയാറിൽ നിന്ന് ഈ ഭാഗത്തേക്ക് കടന്നിട്ടുണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം. തെരച്ചിലിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ ഡൗൺ സ്ട്രീമിലെ 4 പോർഷനുകളാണ്, പ്രത്യേക 4 ഭാഗങ്ങളാക്കിയാണ് തെരച്ചിൽ നടത്തുന്നത്. മുണ്ടേരി മുതൽ പരപ്പമ്പാറ വരെ, പനങ്കയം മുതൽ പൂക്കോട്ടുമണ്ണ വരെ, പൂക്കോട്ടുമണ്ണയിൽ നിന്ന് ചാലിയാർമുക്ക് വരെ, ഇരുട്ടുകുത്തിയിൽ നിന്ന് കുമ്പളപ്പാറ വരെ, ഇങ്ങനെ 4 പോർഷനുകളിലായിട്ടാണ് പ്രത്യേകമായിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഉള്ളത്. ഈ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണെന്നുള്ളത് കൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് കൂടി നല്ലതുപോലെ മുൻകൈയെടുത്ത് നേരിട്ട് പോകാൻ കഴിയാത്ത കേന്ദ്രങ്ങളെല്ലാം അത്ര വിശദമായ വിധത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. നല്ല പ്ലാൻഡ് ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധന വളരെ സംതൃപ്തികരമാണ്. എങ്കിലും ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ആലോചന കൂടി നടന്നപ്പോൾ സാൻഡ് ബെഡുകളുള്ള സ്ഥലങ്ങൾ പ്രത്യേകമായിട്ട് ഒന്നുകൂടി പരിശോധിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. മണ്ണ് വന്ന് കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, നേരത്തെ ഉണ്ടായ പാറയുടെ അരികുവശങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും സാൻഡ് ബെഡ് ഉള്ള സ്ഥലത്ത് ഒന്നുകൂടി നോക്കാൻ, ഏതാണ്ട് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും സാൻഡ് ബെഡുള്ള സ്ഥലത്ത് ഒന്നുകൂടി നോക്കണം എന്ന് സേനാംഗങ്ങളുടെ ലീഡർഷിപ്പ് പൊതുവായി അഭിപ്രായപ്പെട്ടതിൻ്റെ ഭാഗമായി അതുകൂടി ഇന്ന് നാളെയുമായിട്ട് നോക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തും. കൃത്യമായ ഏകോപനത്തോടു കൂടിയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വം